നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്താലും ഇടതുപക്ഷത്തിന് വയനാട് ജയിച്ചു കയറാൻ വേണ്ടി സാധിക്കുന്ന മണ്ഡലമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്ത് വില കൊടുത്തും രാഹുൽ ഗാന്ധി മതനിരപേക്ഷ വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്ത നിലപാടിനെതിരെയുള്ള കനത്ത ശിക്ഷയായിരിക്കും വയനാട്ടിന് തെരഞ്ഞെടുപ്പ് ഫലമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റില്ല. കേരളം ഇടതു തരംഗത്തോടൊപ്പം നിന്നു. ഇടതുപക്ഷത്തെ വിശ്വസിക്കാം. ഇടതുപക്ഷം എണ്ണമല്ല പ്രശ്നം, വിശ്വസിക്കാൻ പറ്റുന്നവരാണ് ഇടതുപക്ഷം. നിങ്ങൾക്കിപ്പോ CPM എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എതിരാളി മാത്രമാണ്. അതിപ്പോൾ നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം CP സുനീറിന് BJP-ക്കാരെല്ലാം കൂടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി തോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അങ്ങനെ അല്ലല്ലോ രാഹുൽ ഗാന്ധി തോൽപ്പിക്കേണ്ടത്. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, അതൊരു ഡെർട്ടി പൊളിറ്റിക്സ് ആണ്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അക്കാര്യത്തിൽ ഞാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നു. ഇടതുപക്ഷം മാന്യമായിട്ട് PP സുനീറിനെ പിൻവലിക്കണം. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട്. നിങ്ങൾക്ക് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടന്മാരാണല്ലോ. എപ്പോഴും കോൺഗ്രസിന്റെ കൂടെ ത്രൂ ദ തിക്ക് ആൻഡ് തിൻ ഏത് കഷ്ടപ്പാടിലും നിന്നവരാണ്. ഒന്ന് വയനാട്ടിലും കൂടെ നിൽക്കപ്പാ നിങ്ങളുടെ PP സുനീറിനെ പിൻവലിക്കുക. അതാണ് അന്തസ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്ന. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം ശക്തമായാൽ ഈ പറയുന്ന പ്രാദേശിക മതനിരപേക്ഷ പാർട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് ഇടതുപക്ഷ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായും വയനാട്ടിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷമാണ്. വയനാട്ടിൽ ഇടതുപക്ഷം വിജയിക്കുവാനും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുവാനുമുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ നല്ല ആത്മവിശ്വാസവുമുണ്ട്. പഞ്ചാബിൽ BJP തോറ്റു, പ്രാദേശിക മതനിരപേക്ഷ കക്ഷി അധികാരത്തിൽ വന്നു. മധ്യപ്രദേശിൽ ഞങ്ങൾ തോറ്റു, പ്രാദേശിക മതനിരപേക്ഷ കക്ഷി അധികാരത്തിൽ വന്നു. എന്താ റിയാസ് ഇത് ഇങ്ങനെയൊക്കെ പറയാമോ? ഞങ്ങൾ ആന്ധ്രയിൽ അധികാരത്തിൽ, ഞങ്ങൾ താഴെ പോയപ്പോ പ്രാദേശിക ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഒഡീസ, ഒഡീസയിലെ BJP നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എനിക്കറിയാമല്ലോ. വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു.